ഇന്ന് പകൽക്കാലം നാം കേട്ടതുപോലെ ദൈവം നാം നിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിയിരിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള അല്പനേരത്തെ സമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എന്നെ ഈ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ പകൽക്കാലം ദൈവവചന ധ്യാനത്തിനകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു ദൈവഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അത്യന്തസ്ഥിതി അതിമഹത്തായിരിക്കും. ആമേൻ. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അത്യന്തസ്ഥിതി അതിമഹത്തായിരിക്കും. ഇതിന്റെ പശ്ചാത്തലം നാം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന, ഇയ്യോബിന്റെ ജീവിതത്തിൽ നേരിട്ട ഒരു ക്ലേശം അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ദുരന്തം, ആ ദുരന്ത പശ്ചാത്തലത്തിൽ, ആ വേദനയുടെ പശ്ചാത്തലത്തിൽ ആയിരിക്കുമ്പോൾ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന 3 സുഹൃത്തുക്കൾ, അവരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ് ഈ 8-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ എന്റെ തലക്കെട്ടിൽ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ശൂഹ്യനായ ബിൽദാദ് ഈ ഇയ്യോബിന്റെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ കണ്ടിട്ട് ഒരു പരിതപിക്കുന്ന ഒരു ഭാഗങ്ങളാണ് നാം ഈ 8-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സത്യം ഇതാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ, എന്നെ ഈ ഭാഗം ആഴമായിട്ട് പഠിച്ചപ്പോൾ, ആ ബിൽഹാദ് പറയുന്ന ഭാഗം കേൾക്കുമ്പോൾ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ഭാഗത്ത് 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെ പറയുകയാണ്: നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, പക്ഷെ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തമായിരിക്കും. ഇവിടെ നോക്കണം, ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ നമുക്ക് അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എസ്പെഷ്യലി അതിന്റെ 4-ാമത്തെ വാക്യം, 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് എത്തുമ്പോൾ ആ പറയുന്ന വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇയ്യോബിനോട് പറയുന്നത്, ഇവിടെ പറയുന്ന ശൂഹ്യനായ ബിൽദാദ് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. നമ്മുടെ പൂർവസ്ഥിതിയെ മാറ്റിമറിക്കുവാൻ, നമ്മുടെ അത്യന്ത സ്ഥിതി അതിമനോഹരമാക്കി നീട്ടുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ബിൽഹാദ് പറയുന്നുണ്ടെങ്കിലും കൂട്ടുകാരന്റെ ആശ്വാസ വാക്കിന്റെ പിൻപിൽ ഒരു കുത്തലുണ്ട്. ആമേൻ. കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മുടെ സങ്കടകരമായ അവസ്ഥ കണ്ട് നമ്മോട് ചേർന്ന് നിൽക്കുമെങ്കിലും അവര് പറയുന്ന വാക്കുകൾക്കകത്തും ഒരു കുത്തലുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മുടെ വേദനയും പ്രയാസവും ഒക്കെ കാണുമ്പോൾ ഒത്തിരി പേര് നമ്മുടെ കൂടെ നിൽക്കും, കൂടെ വന്ന് കരയാൻ ആളുകൾ കാണും. പക്ഷേ അവര് പറയുന്നതിനകത്തൊരു കുത്തലുണ്ട്. നിന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാ, നിന്റെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ടാ നീ ഇന്ന് അനുഭവിക്കുന്നത്. ഇയ്യോബിനോടും അതാ പറഞ്ഞത്, പറയുകയാണ് നിന്റെ പാപമാണ് ഇന്നത്തെ നിന്റെ അവസ്ഥയ്ക്ക് കാരണം. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത് എന്ത്? ഇന്ന് പകൽക്കാലം നിന്റെയും എന്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന ചില കഷ്ടതകൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിന്റെ കൂട്ടുകാരുടെ മുൻപില് നീ ഒരു അപമാന വിഷയമായിട്ട് മാറിയാലും, ഹല്ലേലൂയ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വരുന്നവരുടെ ഉദ്ദേശം നിന്നെ ഒന്ന് ഇരുത്തുവാനാണെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അവരുടെ വായിലൂടെ വരുന്ന ചില വാക്കുകൾ നിന്റെ നിന്ദയ്ക്കല്ല, അത് നിന്റെ ജീവിതത്തില് ആശ്വാസത്തിന് കാരണമായി തീരും. ഇയ്യോബിനും ആദ്യം അതൊന്നും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവർ, കൂടെ നിൽക്കുമെന്ന് തോന്നുന്നവർ, തോളിൽ കൈയിടുന്നവർ, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നവർ പലരും
നിന്റെ അവസ്ഥ കണ്ടിട്ട് നിന്നോട് ഐഡന്റിഫൈ ചേർന്ന് നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് തോന്നുന്നെങ്കിലും അവരുടെ ഉദ്ദേശം നിന്റെ ആശ്വാസമല്ല, അതിനേക്കാൾ അപ്പുറം നിന്നെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനകള്, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകള്, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന താഴ്ചകള്, അത് നിന്നെ തകർക്കുവാനല്ല. എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ, എന്റെ ദൈവം വിരലനക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഇയ്യോബിന്റെ ജീവിതം നമ്മോട് അടിവരയിട്ട് പറയുകയാ. If you've been faithful to God, നീ ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന തിരിച്ചടികള്, അപ്രതീക്ഷിതമായി ഏൽക്കുന്ന വെല്ലുവിളികള്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, പലപ്പോഴും നമ്മെ കുറ്റപ്പെടുത്താറുണ്ട്. നിന്റെ പ്രാർത്ഥനയുടെ കുറവാ, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് വന്നിരിക്കുന്ന ഏറ്റക്കുറച്ചിലാ. പലപ്പോഴും പല സാഹചര്യങ്ങളില് നമ്മൾ അതിന്റെ യഥാർത്ഥമായ കാരണം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ച് ചിലത് നേടിയെടുക്കുവാനുണ്ട്. അതുകൊണ്ടാണ് 42-ാമത്തെ അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബ് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ 7-ാമത്തെ വാക്യവും 42-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നോരിവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്തവണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പോയി. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന്റെ അകത്ത്, നിന്റെ വേദനയ്ക്കകത്ത്, നിന്റെ ഒറ്റപ്പെടലിനകത്ത് ദൈവത്തെ തള്ളിക്കളയുകയല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി നിന്റെ വേദനയ്ക്കകത്ത് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ഉറ്റിരിക്കുവാൻ, ആരാധനയിൽ കൂടുതൽ സമയം കണ്ടെത്തുവാൻ. ആമേൻ. ഈ 42-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഇങ്ങനെയാ പറഞ്ഞത്, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്തവണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പലതും പറഞ്ഞുപോയി. അതായത് ഇയ്യോബിന്റെ ഈ 42-ന് മുൻപോട്ടുള്ള അധ്യായങ്ങൾ, പുറകോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന തരത്തില്, എന്റെ മേൽ കടന്നു വന്നിരിക്കുന്ന ഈ ശോധന, എന്റെ മേൽ കടന്നു വന്നിരിക്കുന്ന ഈ വേദന, ഞാൻ അനുഭവിക്കുന്ന ഭൗതികമായ നഷ്ടം, കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രയാസം, എന്റെ ശാരീരികമായ വേദനകള്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, ദൈവത്തിന് കൊടുത്തവനാണ്, ദൈവത്തെ ഇത്രയേറെ ആരാധിച്ച വ്യക്തിയായ എന്റെ മേൽ എനിക്ക് എങ്ങനെ ഇത് കടന്നു വന്ന് പലപ്പോഴും ചോദ്യങ്ങളാല് ദൈവത്തോട് ചോദിച്ചപ്പോൾ അതിന്റെ ആത്മീക പൊരുൾ തിരിച്ചറിഞ്ഞ ഇയ്യോബ് പറയുകയാണ്, എനിക്കറിഞ്ഞൂടാതെ വണ്ണം പലപ്പോഴും എന്റെ വായിൽ നിന്നും പലതും ഉയർന്നുപോയി. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്റെ ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. അതാണ് ഇയ്യോബിന്റെ ജീവിതം നമ്മോട് പറയുന്നതും അത് നമ്മെ പഠിപ്പിക്കുന്നതും ഇതാണ്. ഹല്ലേലൂയ. എന്റെ ദൈവവുമായിട്ട് ചേർന്ന് നടക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയുടെ മഹത്വം നാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മീകമായിട്ടുള്ള ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തില് കൂട്ടുകാർ നിങ്ങളെ കുറ്റം പറഞ്ഞു നിന്നിരിക്കാം, കൂടെ നടക്കുന്നവർ, കൂടെ ഇരിക്കുന്നവർ,
കൂടെ ഭക്ഷണം കഴിക്കുന്നവര് ആശ്വസിപ്പിക്കുവാൻ വരുന്നുവെന്ന വ്യാജേന നിങ്ങളുടെ പിറകിലുള്ള ഇന്നതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുവെന്ന് നിന്നെ വേദനപ്പെടുത്തുന്ന തരത്തില് കുറ്റങ്ങൾ പറയുമ്പോഴും നീ പറയണം, എന്റെ ദൈവം അറിയാതെ, അവൻ അനുവദിക്കാതെ, അവൻ യേശു പറയാതെ ഞാൻ ഇതിലൂടെ കടന്നു പോകത്തില്ല. ഇന്ന് ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് ഉണ്ടെങ്കിൽ അതെന്റെ നാശത്തിനായിട്ടല്ല, എന്നെ പണിതെടുക്കുവാനായിട്ട്, ഞാനൊരു പുതിയ വ്യക്തിയായി മാറേണ്ടതിന് അവൻ അനുവദിച്ചിരിക്കുന്നതാ. ശൂഹ്യനായ ബിൽദാദിന് ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ബിൽദാദിന് ഇയ്യോബിനെ നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ദൂരമേ നിന്നും ഇയ്യോബിന്റെ ഈ പരിതാരമായ അവസ്ഥ കണ്ടിട്ട് അവർ ഓടി വന്നത്. പക്ഷെ അവരിപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? നീ ദൈവത്തെ അന്വേഷിക്കാത്തത് കൊണ്ടാ, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ, നീ സർവശക്തനോട് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നവർക്കറിയാം, ആ ഊസ് ദേശത്ത് ഇതുപോലെ നിഷ്കളങ്കനും പ്രാർത്ഥനാ ജീവിതമുള്ളവനും ദൈവത്തെ അന്വേഷിക്കുന്നതിനായ ഒരു ഭക്തൻ ആ ദേശത്തുണ്ടായിരുന്നില്ല. ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഭക്തനാണോ? നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കുടുംബമാണോ? നിന്റെ കുടുംബത്തിനകത്ത് പ്രയാസങ്ങൾ ഉടലെടുക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് വിഷമതകൾ സംഭവിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് വേദനകൾ കടന്നു വരുമ്പോൾ, ഒരു കാര്യം നീ ഉറച്ചു വിശ്വസിക്കണം, എന്റെ ദൈവം അറിയാതെ, ഹല്ലേലൂയ, എന്റെ ദൈവം അനുവദിക്കാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എന്റെ കുടുംബത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ തലമുറകളോടുള്ള ബന്ധത്തില്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ബന്ധത്തില്, എന്റെ ജോലിപരമായ കാര്യങ്ങളില്, എന്റെ ഭൗതികരമായ അവസ്ഥകളില് ഇന്ന് ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ താഴ്ചയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് എന്റെ ദൈവം അനുവദിച്ചിട്ട് തന്നെയാ, അതെന്റെ ദൈവം അറിഞ്ഞിട്ട് തന്നെയാ. അതിനകത്തൊരു ദൈവ പ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു ദൈവ ഇടപെടലുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എന്നെ കുറ്റപ്പെടുത്തിയാലും, എന്നെ ഒറ്റപ്പെടുത്തിയാലും, എന്നെ നിന്ദിച്ചാലും, എന്നെ പരിഹസിച്ചാലും, my redeemer lives, എന്റെ രക്ഷകനെ ജീവിക്കുന്നു. ഒരു കാര്യം ഞാൻ അറിയുന്നു, എന്നെ ഉള്ളതുപോലെ അറിയുന്ന, എന്റെ ഉള്ളായ്മകളെ അറിയുന്ന, എന്റെ വേദനകളെ അറിയുന്ന ആ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, അവൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ എന്നെ മറന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട്, ഒത്തിരി കരഞ്ഞിട്ട്, ഒത്തിരി ഉപവസിച്ചിട്ട് നിന്റെ വിഷയത്തിന് മറുപടി കിട്ടിയില്ല, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നീ തകർന്നു പോകുവാൻ, നീ തളർന്നു പോകുവാൻ, നീ വിഷമിച്ചിരിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നുമെങ്കിലും നിന്റെ അന്ത്യസ്ഥിതിയെ അതിമഹത്വരമാക്കുവാന്, ഹല്ലേലൂയ, നിന്റെ ആദ്യം ചെറുപ്പമായിരുന്നു, അതിന്റെ തുടക്കം ചെറുതായിരുന്നുവെങ്കിലും നിന്റെ ആദ്യത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് നിനക്ക് മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞാൽ, ദൈവത്തെ ചേർത്ത് നിർത്തി ആ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞാൽ, നിന്റെ അന്ത്യത്തെ നീ ചോദിക്കുന്നതിനേക്കാൾ, നീ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി, അത്യന്തപരമായി നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു കുറവും വരുത്താതെ ആ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറകൾക്കകത്ത് നീ ചോദിക്കുന്നതിനേക്കാൾ, നീ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി, അത്യന്തപരമായി, കൂട്ടുകാരെക്കാൾ പരമായി ആനന്ദ ധൈര്യം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന, നിന്നെ നിറയ്ക്കുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. കുറ്റപ്പെടുത്തുന്നവർ കാണും, കളിയാക്കുന്നവർ കാണും, മാറ്റി നിർത്തുന്നവർ കാണും, കൂടെ ഇരുന്ന് ചിരിക്കുന്നവർ കാണും, കൂടെ ഇരുന്ന് പരിഹസിക്കുന്നവർ കാണും, കൂടെ നിന്നുകൊണ്ട് നിനക്കെതിരെ രേഖകൾ ഒപ്പുവെക്കുന്നവർ കാണും,
കൂടെ ഇരുന്നു കൊണ്ട് നിനക്കെതിരെ ഇമെയിലുകൾ അയക്കുന്നവർ കാണും. ഇന്ന് പകൽക്കാലം നിന്റെ കാര്യം നിന്നെ വിളിച്ചവന്റെ കരങ്ങളിലേക്ക് നിനക്ക് പരമേൽപ്പിക്കുവാൻ കഴിഞ്ഞാൽ, നിനക്കെതിരെ എഴുതിയിരിക്കുന്ന രേഖ അത് എത്ര വലിയ വ്യക്തി ഒപ്പിട്ടാലും, എത്ര വലിയ വ്യക്തി അത് വായിച്ചാലും, ആ രേഖ എഴുതിയവനെ കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി അനുകൂലമായി ഇടപെടൽ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുക. കൂട്ടുകാർ പറഞ്ഞേക്കാം, കൂടെ ഇരിക്കുന്നവർ പറഞ്ഞേക്കാം, ഇപ്പോൾ നീ അനുഭവിക്കുന്നത് നിനക്ക് എവിടെയൊക്കെയോ വീഴ്ച സംഭവിച്ചത് കൊണ്ടാ. അല്ലതയോ ഇതല്ലേ? അല്ല, നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ കരയുന്നവനാണ്, നീ ഉപവസിക്കുന്നവനാണ്. എങ്കിലും നിന്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ നന്മ, അവൻ നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരുന്ന ഒരു സുദിനമാഗതമായി ഈ 2025 കഴിയുന്നതിന് മുൻപ് തന്നെ, ഈ 2025 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുൻപില്, നിന്നെ പരിഹസിച്ചവരുടെ മുൻപില്, നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതി ഒരുക്കിയവരുടെ മുൻപില് അതിന് മറുപടിയായിട്ട് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ദൈവമേ, നീ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കുക. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ യോബ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അത്യന്തം അത്ഭുതമായത് തിരിച്ചറിയാതെ ഞാൻ പലതും പറഞ്ഞുപോയി. നിന്റെ പ്രവൃത്തി മനസ്സിലാക്കുവാൻ കഴിയാതെ നീ എന്നെ ഉടച്ചപ്പോഴും, നീ എന്നെ തകർത്തപ്പോഴും, നീ എന്റെ ജീവിതത്തിൽ വേദനാനുഭവമായ സാഹചര്യങ്ങൾ തന്നപ്പോഴും, അതിന്റെ പിൻപിലെ അത്യന്തമായ അത്ഭുതകരമായ വഴികൾ അറിയാതെ പലതും ഞാൻ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറച്ചിലോടുകൂടെ ഒരാത്മീക ജീവിതം തുടരുവാൻ കഴിഞ്ഞാൽ നിന്റെ പൂർവസ്ഥിതിയേക്കാൾ നിന്റെ അത്യന്തം മഹത്വരമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഈ 2025 കഴിയുന്നതിന് മുൻപ് തന്നെ ചില ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ, ചില ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണങ്ങൾ കാണുവാൻ, ചില ദൈവിക നിയോഗങ്ങളിലേക്ക് ഓടിയെത്തുവാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല, അവളെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറയുന്നവരുടെ മുൻപിൽ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ ഇനിയും പ്രാർത്ഥിക്കുവാൻ സമയമുണ്ട്. ഇനിയും ദൈവത്തിന് മുൻപിൽ കരയുവാൻ സമയമുണ്ട്. ഒരു വഴി തുറക്കുവാൻ നിന്റെ പൂർവസ്ഥിതിയേക്കാൾ നിന്നെ അത്യന്തം മഹത്വരമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ. അതുകൊണ്ട് മാനുഷിക വാക്കുകൾക്ക് വില കൊടുക്കേണ്ട, മാനുഷിക ജൽപ്പനങ്ങൾക്ക് വില കൊടുക്കേണ്ട. അതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്